രാവിലെ ഇറങ്ങി പോയതാ. 2 ദിവസമായിട്ട് ബോധമില്ലാണ്ട് കുടി തന്നെ അച്ഛന് പണി. വാസുവേ, ഞാൻ ചോദിച്ച കാശ് ഒരു 500 റുപ്യ മതി. വില പറഞ്ഞു ഒപ്പിച്ചു വെച്ചതാ. ആ പയ്യനെ കൂടെ കിട്ടിയാൽ. എന്റെ ഇല്ല മാധവിയെടുത്തേ. മാധവിയെടുത്തേക്ക്. ഓ, സ്പിരിറ്റിന് പോയാൻ കടത്തിയത് ഓക്കാലിപ്സാ. കമ്പിളിയാ? കൊള്ളാം. അല്ല, ഈ പോക്കെന്താ ഇത്ര താമസിച്ചത്? ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു കച്ചറ. ഓ മോളെ, നീ ഒരു ചോറ് കൊടുക്ക. ഞാൻ ഊണ് കഴിച്ചതാ ചാക്കോടെ വീട്ടിൽ നിന്ന്. എന്റെ ഷർട്ട് കൊണ്ടു. ഗസ്റ്റ് ഹൗസിൽ MLA ഉണ്ട്, അവന് കുടിക്കാൻ എത്തിച്ചു കൊടുക്കണം. സ്കോച്ചോ അതോ? അതൊന്നും വേണ്ടടോ, ലോക്കൽ മതി. വല്ല ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ എന്തെങ്കിലും. വഴിച്ചെലവിന്റെ കണക്കാ. മുതലാളി വന്നിട്ട് പാസ്സാക്കുന്നു സ്വാമി പറഞ്ഞു. ആ, നാളെ ലേലാണെന്ന് അറിയാലോ. നമ്മുടെ ആളുകളെയും കുട്ടി കാലത്തെയും നിങ്ങൾ അവിടെ ഉണ്ടാകണം. ഇത്തവണ ചിലർക്ക് വാശിയുണ്ടെന്ന് കേട്ടു. ആർക്കാട് കുഞ്ഞപ്പൻ ചേട്ടനെ അവര് പിടിച്ചിരിക്കുന്നത്? കുഞ്ഞപ്പൻ ചേട്ടന് ഈ ശ്രീകണ്ഠനെ നല്ലവണ്ണം അറിയാൻ സ്വാമി. എന്തു വന്നാലും ഈ റേഞ്ച് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ശ്രീകണ്ഠന്റെ കുത്തക അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. 5-8 വർഷമായി തെക്കരിൽ ഒരുത്തിനെയെങ്കിലും അവൻ ആ റേഞ്ചിലേക്ക് കടത്തിയിട്ടില്ലല്ലോ. അതവന്റെ മിടുക്കുണ്ടാവേ. ഈ കുഞ്ഞപ്പൻ ചേട്ടനല്ലേ ശ്രീകണ്ഠനെ ആളാക്കിയത്? അക്കാര്യമൊന്നും പറയണ്ട. ഞങ്ങളെ സഹായിക്കണമെന്നേ പറയുന്നുള്ളൂ. ഒന്നുമില്ലേലും നമ്മളെല്ലാം ഒരു സമുദായക്കാരല്ലേ ഏട്ടാ. സമുദായം വിട്ടേരെ. എന്നെ സഹായിച്ചിട്ടുള്ളവരും പരമാവധി ദ്രോഹിച്ചിട്ടുള്ള നാറികളും സ്വന്തം സമുദായക്കാരാ. അത് കള. പിന്നെ ശ്രീകണ്ഠനെ തോപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ അത് കൊള്ളാം. അല്ലാതെ വെറുതെ വാശിക്ക് മത്സരിച്ച 2 കൂട്ടർക്ക് നഷ്ടമേ ഉണ്ടാവൂ. ജോർജ് കുട്ടിക്കാൻ പറയുന്ന മനസ്സിലാകുന്നോ? എങ്കിൽ നിങ്ങൾ ശ്രീകണ്ഠനുമായി ഒരു സെറ്റിൽമെന്റിൽ എത്താൻ നോക്ക്. അതാ നല്ലത്. ഒത്തുതീർപ്പാണെങ്കിൽ കുഞ്ഞാപ്പൻ ചേട്ടൻ തന്നെ മുൻകൈ എടുക്കണം. ചേട്ടൻ വന്ന് പറഞ്ഞ ശ്രീകണ്ഠൻ അനുസരിക്കും. ഇല്ലെങ്കിലോ എന്റെ ഷാപ്പിൽ ചെത്തിയന്റെ മാട്ടം ഞാൻ തന്നെ ചുമക്കേണ്ടി വരില്ലേ? അത് വേണ്ട. ഇനി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് ഒരു സിനിമയ്ക്ക് ഞാനില്ല. ചുമ്മാ കാര്യത്തിന് പിടിച്ചിട്ട് വന്നേ. പിന്നെ ആണുങ്ങളുടെ തല്ലാണെങ്കിൽ ദിവസവും ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ രണ്ടിന്റെ. ഇന്ന് സിനിമ കണ്ടിട്ട് ആരാ കൂടുതൽ കരഞ്ഞത്? അമ്മിണിയോ ശാരദയോ? അമ്മയാ. അമ്മ എന്റെ മേലെ മൂക്ക് ചീറ്റി. നടക്കുവോ? നിങ്ങളുടെ ഒരു വഴി. എങ്ങനെ ശാരദയെ വെളിച്ചമില്ലാതെ? അതൊക്കെ അവര് പൊയ്ക്കോളൂ. നീ വാ. നടക്ക്. അത് എവിടെ നിർത്തേ? എന്താ ഇത്? ചെളി. ഞാൻ പോവാ. നീ കേറുന്നില്ലേ? അല്ല, ഞാൻ ഷാപ്പില് കഞ്ഞി കുടിച്ചിട്ട് പോടാ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. ഓ, നേരവും കാലവും ഒക്കെ നോക്കാതെ അവനിവിടെ കയറി ഇറങ്ങുന്നതൊക്കെ ശരി. ചാത്തുണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മോളെ ഇങ്ങനെ പാതിരയ്ക്ക് അവന്റെ കൂടെ തനിച്ചു വിടുന്നത് എന്താടി വിട്ടാല്? ഒന്നുമില്ലേ? എടീ, 14 വയസ്സുണ്ടാവും വാസു എന്റെ കൂടെ ചേരുമ്പോ. ഞാൻ കൂടുതൽ ഒരു ഷാപ്പ് നടത്തുന്ന കാലത്ത്. കഴിഞ്ഞ പ്രതാപം ഒന്നും പറയണ്ട. പ്രതാപല്ല, എന്റെ മോളും അവനും അന്ന് തൊട്ടുള്ള കൂട്ട. അവരങ്ങനെയാ വളർന്നത്. അതന്ന്. ഇപ്പൊ ശാരദ കുഞ്ഞല്ല, പ്രായം നികഞ്ഞ പെണ്ണ. നാട്ടുകാർ വല്ലതും പറയും. എന്ത് പറയാൻ? എന്റെ മോളെ ഞാൻ അവനെ കെട്ടിച്ചു കൊടുക്കാനാ നിശ്ചയിച്ചത്. ഓഹോ, നിശ്ചയിച്ചോ? ആ, അതെ, നിശ്ചയിച്ചു. അമ്മാനോട് എന്താ മണി? ആ, സ്വാമി പേടിക്കണ്ട. ആ, പോകാൻ പറ. ആകെ ഞാൻ നോക്കിക്കൊള്ളാം. നമ്മുടെ ആരും പിടികൊടുത്തിട്ടില്ലല്ലോ. ആ, മണിയോടെ കസേര എടുത്ത് ഒറ്റ ഏറാ. DC തലക്കിട്ട്. ആരുടെ? ആ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ.
പെട്ടെന്ന് തല താഴ്ത്തി കാരണം അങ്ങേര് രക്ഷപ്പെട്ടു. അതിനിടയ്ക്ക് മറ്റവന്മാര് നമ്മുടെ ആളുകൾ നേരെ തിരിഞ്ഞു. അപ്പോഴാ കുത്തിയത്. അവന്റെ കാറ്റ് പോയി കാണും. ദേ ഈ വാരിക്കെട്ടാ കുത്തിയത്. ആര്? നമ്മുടെ വാസു. അല്ലാതെ ആർക്കാ ധൈര്യം വരിക? വാസു എവിടെയുണ്ട്? ചാത്തുനേട്ടന്റെ വീട്ടില്. എന്തൊക്കെയായി കേൾക്കുന്നത്? കുഴപ്പമാവോ? എടാ മണി, നീ വല്ലതൊക്കെ പറഞ്ഞ് കനകത്തെ പേടിപ്പിച്ചാണോ അല്ലേ? ഇതൊരു ചെറിയ പ്രശ്നം. കനകത്ത് പോയിക്കോളൂ. ചെല്ല്, വിഷമിക്കാൻ ഒന്നുമില്ല. എടാ, വാസു പോലീസിന്റെ കയ്യിൽപ്പെട്ട കുഴയും. ഉടനെ മാറ്റണം, ഒളിപ്പിക്കണം. എവിടെയാ മുരളി? മുക്കത്താവാം, കാർത്തികേയന്റെ വീട്ടിൽ. അവൻ നേതാവല്ലേ, ആരും സംശയിക്കില്ല. വേഗം പുറപ്പെടണം. ആ സാറ് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ആരാ വാസു? ഞാനാ. മോനെ ടോർച്ചിങ്ങ വാ. ഞാൻ. ശ്രീദേവി, മോള് വെക്ക്. വാസു, തനിക്ക് കുടിക്കാൻ വല്ലതും കിട്ടിയോ? പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട. സാർ, കഴിഞ്ഞ ലേലത്തിൽ കുഴപ്പമുണ്ടാക്കിയ ശ്രീകണ്ഠനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെന്ന് അയാൾ വാദിച്ചാൽ? സത്യം സാറിന് അറിയാമല്ലോ. ഈ റേഞ്ചിലെ 7-6 ഗ്രൂപ്പും ചുളുവിൽ വിളിച്ചെടുത്ത അയാൾക്ക് പാളയം ഗ്രൂപ്പ് കിട്ടില്ലെന്ന് കണ്ടപ്പോ ഗുണ്ടകളെ ഇറക്കി ചെയ്യിച്ചതാണ്. ആകട്ടെ കൈമൾ, അതിന് നിർത്തിവെച്ച പാളയം മാത്രം റിയാക്ഷൻ ചെയ്താൽ പോരെ? പോരാ സാർ. ജില്ലാ കളക്ടർ എന്ന നിലയിൽ സാർ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീകണ്ഠൻ വിളിച്ചെടുത്ത അടക്കം വീണ്ടും ലേലം ചെയ്യണം. ഇല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഉടുപ്പും ധരിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല സാർ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഓൾ റൈറ്റ്, എങ്കിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതരും. നിങ്ങളിവിടെ നിൽക്ക്. നമസ്കാരം. വരൂ, ഇരിക്കൂ. സാറിനോടൊരു കാര്യം പറയാൻ. എന്താ? സാറിനറിയാലോ, കഴിഞ്ഞ വർഷം സർക്കാരിൽ നിന്ന് ചാരായം കിട്ടാതെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നു. ഇത്തവണ അത് നികത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഇന്ന് കേട്ടു ഞാൻ വിളിച്ചെടുത്ത ഷാപ്പുകൾ എനിക്ക് ഉറപ്പിക്കരുതെന്നും പറഞ്ഞ് സാറ് റിപ്പോർട്ട് ചെയ്തെന്ന്. ശരിയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ. എന്റെ പ്രയാസങ്ങൾ പറയണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ? എന്ത് ചെയ്താലും എന്റെ പ്രിൻസിപ്പിൾ വിട്ട് ഇക്കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. എന്നങ്ങ് ഉറപ്പിച്ച് പറയാതെ. 5-8 കൊല്ലമായിട്ട് സാറിന് എന്നെ അറിയാമല്ലോ. ഇയാൾ കാണിച്ച നെറികേടുകൾ മുഴുവൻ അറിയാം. കൈമൾ സാർ, തന്റെ രാഷ്ട്രീയ സ്വാധീനവും പണത്തിന് തിളപ്പും കൊണ്ട് എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്ന് വിചാരിച്ചോ? അതിന് ഭയപ്പെടുന്നവനല്ല ഞാൻ. ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. കിട്ടുവോളൂ, തന്നെക്കാ വലിയവരെ. ഇറങ്ങി പോണം മിസ്റ്റർ. എടാ കൈമളെ, നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ 1000 ചില്ലുവാനും രൂപ ശമ്പളം വാങ്ങുന്ന തനിക്ക് ഈ മാളിക പണിയാൻ എവിടുന്നാടോ കാശ്? തന്റെ തറവാട്ട് സ്വത്തോ അത് തന്റെ അപ്പം സമ്പാദിച്ചോ? ശ്രീകണ്ഠൻ, നിന്റെ ഒരു പ്രിൻസിപ്പിൾ മൂത്ത പെണ്ണിന് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള പണം എവിടുന്നാടോ? എന്നെ പോലെയുള്ള പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടർമാരെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത കാശല്ലടോ. നിർത്തണോ? എനിക്ക് രാഷ്ട്രീയ സ്വാധീനം വേണ്ട. ഈ നിമിഷം നിന്നെ കുടുംബത്തോടെ വെട്ടിനുറുക്കാൻ ഇവര് മതി. ഇല്ലെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക് താൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിൻവലിക്കണം. വാടാ.
കുമാരേട്ടാ, വാസുവിന്റെ കാര്യം എന്താ? നീ ഇങ്ങനെ തീ തിന്നണ്ട, ആ കേസ് രാജിയായി. കൊള്ളാണോ കുമാരേട്ടാ? കുത്തുകൊണ്ടെന്ന് തന്നെയാ ഒത്തുതീർപ്പിന് ഇങ്ങോട്ട് വന്നത്. ശാരദ പോ, വാസു വീട്ടിൽ വന്നു. ഞാൻ DC ഒന്ന് വരട്ടിയപ്പോ നമ്മൾ വിളിച്ച ഷാപ്പുകൾ നമുക്ക് തന്നെ കിട്ടി. ഇനി പാളയമേ ബാക്കിയുള്ളൂ, അതും കിട്ടും. നീ ഒളിവിലായതുകൊണ്ട് സ്പിരിറ്റാ കിട്ടാത്തത്. ഞാൻ പോവാൻ മുതലാളി. അതുകൊണ്ട് കാര്യമില്ല. അവിടുന്ന് സ്പിരിറ്റ് വരുന്ന KRC ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. സ്വാമി. ഓ, ശ്രീയേട്ടൻ കുളിച്ചോ? ഇനി വാസു പോയിക്കോ. ബാംഗ്ലൂർക്ക് പോകേണ്ട ദിവസം ഞാൻ പറയാം. കനകത്തെ ഏൽപ്പിച്ചോളൂ. എന്താ ഇത്? KRCക്ക് കൊടുക്കാനുള്ള കാശാ. നമ്മൾ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്നു, അയാൾ അവിടെ എത്തും. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കുടിച്ചു. എന്നെ കാണാത്ത വിഷമം കൊണ്ടാ. ഇപ്പൊ തീർന്നില്ലേ വിഷമം? ആ, തീർന്നു. വാസുവേട്ടൻ പോയ പിന്നെ അച്ഛൻ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. കണ്ടവർക്ക് വേണ്ടി വഴക്കിന് പോയിട്ട് വല്ലതും പറ്റിയാ അപ്പൊ ആരും ഉണ്ടാവില്ല നോക്കാൻ. ഒരാളുണ്ടാവും. ആര്? KRC എപ്പോ എത്തി? നിങ്ങൾ പോയ ഉടനെ. ഹലോ സാർ. ഹലോ. ഞാൻ നമ്മുടെ ചാരായം മിക്സ് പண்ற സ്ഥലത്ത് പോയിരുന്നേ. കനകം എടുത്തു വെക്കേ. You see, Mr. Srikandan, big guns like politicians, government officials, factory owners, இவங்க எல்லாரும் சேர்ந்த சிண்டிகேட்ல நான் ஒரு சின்ன ஏஜென்ட். இந்த மாசம் சப்ளை பண்ண ஃபுல் ஸ்பிரிட்டுக்கு மொத்த பேமெண்ட் வாங்காம நான் பெங்களூர் போவே முடியாது. எல்லாரும் சேர்ந்து என்ன கொலையே பண்ணி போட்டுடுவாங்க. എന്റെ പണം കിട്ടാത്തതുകൊണ്ട് KRC ചാവണ്ട. നെക്സ്റ്റ് ലോഡ് എപ്പോ അത് ചൊല്ല്. ഇங்க സ്പിരിറ്റ് கொஞ்சம் கூட இல்லை. முதல்ல பணம் கொடுங்க, அப்புறம் லாரி அனுப்புங்க, ஸ்பிரிட் தானா வரும். സാർ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെന്ന് തോന്നുന്നു. 3-4 മണിക്കൂറായില്ലേ നമ്മളിവിടെ. വെയിറ്റ് മിസ്റ്റർ ജയപ്രകാശ്, എനിക്ക് വിവരം തന്നവർക്ക് പിഴക്കില്ല. ചാക്കോയോ എവിടെ വെച്ച്? സാർ എവിടുന്ന് കൈ കാണിച്ചെന്ന് ഞാൻ കണ്ടില്ല. സാർ, ഇത് കാലിയാ. കനകം, ഞാനിപ്പോ വരാം. എക്സൈസുകാരെ വെട്ടിക്കാൻ ചാക്കോ എടുത്തൊരു പ്ലാനാ. വഴിയിൽ സ്ക്വാഡുകാർ നിൽക്കുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരു പിടിയെടുത്ത് മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല.
എന്നിട്ടെന്തായെന്ന്? എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നാണം കെട്ടെന്ന് വഴങ്ങി കൊടുത്തിട്ടും ശ്രീകണ്ഠൻ എന്നെ ഉപദ്രവിക്കുകയാണ് സാർ. ഇപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത്. സാർ കാര്യത്തിലൊന്നും ഇടപെട്ട്. കൈമളെ, ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം. മതി സാർ. പക്ഷേ മേലിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനല്ല സാർ. മതി. ഏതാ വേണ്ടത്? എപ്പോഴും ഒന്നും മാറ്റാൻ ഒക്കില്ല. എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബിണ്ട്. ഞങ്ങളുടെ ചാരായക്കട അടിച്ച് പൊളിച്ചില്ലേ? ആ കണക്ക് തീർന്നെന്ന് നിന്റെ അമ്മാവൻ ശ്രീകണ്ഠനോട് പോയി പറ. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളിയാ, നീ ഓവർ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓട്ടെ.